അലീന പോയതിനു ശേഷം ബബിതയ്ക്ക് വലിയ സങ്കടാവുന്നുണ്ട്. ബബിത വന്നിട്ട് ബാലേന്ദ്രനോട് പറയാണ്, അച്ഛാ, അലീന ചേച്ചിനെ അങ്ങനെ കൈവിട്ട് കളയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ആരാണെന്ന് പോലും അറിയത്തില്ലാത്ത ഒരാളുടെ വീട്ടിൽ കൊണ്ടുപോയി ചേച്ചി നിർത്താന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചേച്ചി ഒരു പെൺകുട്ടിയല്ലേ? ആ ഒരാൾ മാത്രം താമസിക്കുന്ന അത്രയും പട്ടിയൊക്കെയുള്ള ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചേച്ചി താമസിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതാണെങ്കിലോ ഒരു തോട്ടമല്ലേ, അവിടുത്തെ ഒരു ഗസ്റ്റ് ഹൗസ് അല്ലേ, അവിടെയൊക്കെ കൊണ്ടുപോയി താമസിപ്പിക്കാന്ന് പറഞ്ഞാൽ എനിക്കതിനോട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. മോളെ, എല്ലാം അന്വേഷണം പറക്കിയൊക്കെയാണ് അവിടെ കൊണ്ടാക്കിയത്. പിന്നെ അത് മാത്രമല്ല, അതിൽ വലിയൊരു ടെസ്റ്റ് കൂടിയുണ്ട് എന്ന് പറയുമ്പം അതെന്താ അച്ഛാന്ന് ചോദിക്കുകയാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ കൃഷ്ണമോളും രോഹിത്തും കൂടി വരുന്നുണ്ടേ. എന്താ അച്ഛാ, എന്താത്തുള്ള ടെസ്റ്റ് എന്ന് പറയുമ്പം നിങ്ങളുടെ 3 പേരോടും ഒരു കാര്യം ഞാൻ മറച്ചു വെച്ചു. അത് വേറെ ആരുമല്ല, ആലിനയുടെ അച്ഛനാണ് എന്ന് പറയുന്നുണ്ട്. ആലിന ചേച്ചി അച്ഛനോ? അപ്പോൾ അച്ഛൻ ആരാണെന്ന് അച്ഛൻ അറിയായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഞാൻ സ്നേഹനികേയത്തിൽ നിന്നും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് അന്വേഷിച്ച് ആലിനയുടെ അച്ഛനാരെന്ന് കണ്ടുപിടിച്ചതാ. അങ്ങനെയാ അച്ഛൻ്റെ കയ്യിലേക്ക് മകളെ ഏൽപ്പിച്ചത് എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട്, എന്നിട്ട് ചേച്ചി ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, ഇന്ന് രാവിലെ കൂടി വിളിച്ചതേ ഉള്ളൂ. അദ്ദേഹം ഇവിടെയുണ്ട്, അദ്ദേഹം അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞല്ലാതെ തൻ്റെ സ്വന്തം അച്ഛനാണെന്ന് ചേച്ചി പറഞ്ഞില്ലല്ലോ. അല്ല, അച്ഛനറിയാവോ അത് മകളാണെന്ന്? മകൾക്കറിയോ അച്ഛനാണെന്ന്? അതൊക്കെ അറിയാം. ആദ്യം ഞാൻ അയാളെ കണ്ട് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിരുന്നു, അലീന സ്വന്തം മകളാണെന്നും അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു. അയാൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അലീന അയാളുടെ മകളാണെന്ന്. കാരണം അയാളുടെ അമ്മ ചെറുപ്പത്തിൽ എങ്ങനെ ഇരുന്നോ അതേ ഷേപ്പാണ് അലീന. ആരും ഒന്ന് മാറ്റി നിർത്തുകൂടിയില്ല. അതേ കോപ്പി പേസ്റ്റ് എന്നെ ഫോട്ടോ കാണിച്ചു, അതുപോലെ തന്നെയായിരിക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് യാതൊരു സംശയവുമില്ല തൻ്റെ മകളാണെന്നുള്ള കാര്യത്തിൽ. അലീനോടും ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു, ഒരുപാട് പൊട്ടിക്കരഞ്ഞു. അതിനുശേഷം സ്റ്റാൻലിയെ കണ്ടപ്പോഴും ഒത്തിരി പൊട്ടിക്കരഞ്ഞു. പക്ഷേ അയാളെ നമ്മളെപ്പോലൊന്നും അല്ല, ഭയങ്കര കഠിന സ്വഭാവക്കാരനാ. അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ഒന്ന് സ്നേഹിക്കുകയോ ഒന്നും ചെയ്തില്ല. കർക്കശക്കാരനായ ഒരാളയാൾ. അലീന അവിടെ ചെന്നപ്പോഴും അങ്ങനെ തന്നെ വലിയ സ്നേഹ ബന്ധമൊന്നും അയാളെ കാണിച്ചില്ല. എങ്കിലും അലീന അല്ല ആള്, അയാളെ മെരുക്കിയെടുത്തോളും. നിന്നെയും നിന്റെ ചേട്ടനെയൊക്കെ മെരുക്കിയെടുത്തോളാം അവള്, പിന്നെയാണോ അയാള് എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇത് വലിയ ട്വിസ്റ്റായി പോയില്ല അച്ഛാ. ചേച്ചിയുടെ അച്ഛനെ അങ്ങനെ കണ്ടുപിടിച്ചു അല്ലേ? അല്ല, ഇനി അമ്മ ആരായിരിക്കും എന്നിങ്ങനെ ബബിത ചോദിക്കുമ്പം കൃഷ്ണമോള് അച്ഛനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ബാലൻ പറയുന്നുണ്ട്, അതെനിക്കറിയില്ല, അത് അയാൾക്കല്ലേ അറിയുള്ളൂ. 10-23 വർഷം മുമ്പ് അയാൾക്ക് അവിഹിതത്തിലുണ്ടായ ഒരു കുട്ടിയാ. അയാളെന്നൊരു പെണ്ണുമായിട്ട് സ്നേഹത്തിലായിരുന്നു. ആ ഗർഭിണിയായിരുന്ന സമയത്ത് അയാൾക്ക് അവിടുന്ന് ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു. ആ സമയത്ത് അയാൾക്കുണ്ടായ കുട്ടിയാ. അതിനെക്കുറിച്ച് പിന്നെ അയാൾക്ക് വേറൊരു അറിവുമില്ല. അങ്ങനെ സംഭവിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. എങ്കിലും അങ്ങനെയൊക്കെ ഒരാൾക്ക് എങ്ങനെ കുഞ്ഞിനെ ഇട്ടിട്ട് പോകാൻ തോന്നും അല്ലേ? ആ തള്ള എന്തൊരു സ്ത്രീ ആയിരിക്കും? അല്ലെങ്കിൽ പ്രസവിച്ച കുഞ്ഞിനെ എങ്ങനെ കളഞ്ഞിട്ട് പോകാൻ തോന്നും എന്നൊക്കെ പറയുന്നുണ്ട്. ബാലേന്ദ്രൻ പറയാണ്, ഈ ലോകത്ത് അങ്ങനെയും കുറെ സ്ത്രീകളുണ്ട്. സ്ത്രീകളുടെ വില കളയാനായിട്ട് സാധാരണ സ്വന്തം കുഞ്ഞിനൊരു പനി വന്നാൽ പോലും ഒരമ്മയ്ക്കും താങ്ങാനാവില്ല. ഇത് ഇങ്ങനെയും കുറെ തള്ളമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിതയോടും രോഹിയോടും പറയാണ്. അല്ല ബബിതെ, നിനക്ക് അവളെ കണ്ണിനെ കണ്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം എല്ലാം മാറിയോ? എൻ്റെ അച്ഛാ, ഇപ്പം ചേച്ചി എന്ന് പറഞ്ഞാലേ എനിക്ക് ജീവനാ. എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പിറക്കാതെ പോയ ഒരു ചേച്ചി തന്നെയാ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛനിൽ ഇത്രയും കാലം പറഞ്ഞത് അച്ഛൻ്റെ മകളാണെന്ന്. അപ്പോൾ അയാളാണോ അല്ലെങ്കിൽ യഥാർത്ഥ മകൾ അച്ഛൻ? അപ്പോൾ അച്ഛൻ്റെ സ്ഥാനം എന്താ എന്ന് ചോദിക്കുമ്പം ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ഒരാൾ അച്ഛനാവണമെന്നില്ല മോളെ. അല്ലാതെയും അച്ഛൻ്റെ സ്ഥാനം അലങ്കരിക്കാം. എനിക്കറിയണ എൻ്റെ മോളെപ്പോലെ തന്നെയായിരുന്നു. അല്ല പിന്നെ ചേച്ചി അന്ന് DNA ടെസ്റ്റ് എടുത്തോ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞതോ എന്ന് രോഹിത് ചോദിക്കുകയാണ്. അതിൻ്റെ എല്ലാം പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങളോടൊന്നും അത് ഷെയർ ചെയ്യാൻ പറ്റില്ല. അലീനനെ ഞാനിവിടെ നോക്കിയെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട്. നിന്റെ അമ്മ പറയുന്ന പോലെ എൻ്റെ അവിഹിത സന്തതി അല്ല അലീന, എൻ്റെ അവിഹിതവും അല്ല അലീന. നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ സ്വന്തം മകളെപ്പോലെയാ എനിക്കവള്. ഞാനുമായിട്ട് അവൾക്ക് യാതൊരു രക്തബന്ധവും ഇല്ല. അവളിപ്പോൾ ഉള്ളത് അവളുടെ അച്ഛൻ്റെ കൂടെയാ. അലീനനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അവളുടെ സ്വഭാവം നിങ്ങളുടെ അമ്മ പറഞ്ഞ പോലെ മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അവളൊരു പാവം കുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പം അതെ അച്ഛാ, ഞങ്ങൾക്ക് ഇന്നേ വരെ അങ്ങനെ തോന്നിയിട്ടില്ല. അമ്മ പിന്നെ കിടന്ന് പലതും പറയുന്നതല്ലേ, അതൊന്നും കാര്യമാക്കണമെന്ന് കൃഷ്ണ പറയാണ്. രോഹി പറയുന്നുണ്ട്, ആദ്യമൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു.
പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ചേച്ചിക്ക് എല്ലാവരോടും ആത്മാർത്ഥമായ സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ ചേച്ചി ഞങ്ങളുടെ സ്വന്തം കൂടപ്പിറപ്പാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത് സ്വന്തം കൂടപ്പിറപ്പല്ല എന്ന്. അത് കേട്ടപ്പം ഒത്തിരി സങ്കടമായി. അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം അലീന നിങ്ങളുടെ കൂടപ്പിറപ്പിനെ പോലെ തന്നെയാ. അവൾക്ക് ആ ഒരു സ്നേഹം നിങ്ങളുടെ മനസ്സിലുണ്ട്. അതെന്നും അങ്ങനെ തന്നെ കാണും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളിപ്പോൾ എന്തായാലും അവളുടെ സ്വന്തം അച്ഛൻ്റെ കാര്യങ്ങളല്ലേ. അതുകൊണ്ട് അവളിന്ന് സേഫാ. നിങ്ങൾ അവൾക്ക് പേടിക്കണ്ട. പിന്നെ നിങ്ങളുടെ അമ്മയുടെ ദേഷ്യവും ബഹളവും ചാട്ടമൊക്കെ മാറുമ്പം അവൾ തിരിച്ചു വന്നോളും. അല്ലച്ചാ, അങ്ങനെ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അമ്മയുടെ സ്വഭാവം അച്ഛൻ അറിയാവുന്നതല്ലേ. 10-23 വർഷമായിട്ട് ഞങ്ങളും കാണുന്നുണ്ട്. അമ്മയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഒരിക്കലും സംഭവിക്കില്ല. പിന്നെ എന്ത് പ്രതീക്ഷയാ അച്ഛനുള്ളത്? അല്ല, മാറുമോ നമുക്ക് നോക്കാം. എങ്കിലും മാത്രമേ അലിനെ അങ്ങോട്ടൊക്കെ തിരിച്ചു വരുള്ളൂ. അല്ലച്ചാ, ഇത്രയും കാലം അച്ഛൻ്റെ മകളാന്നല്ലേ എല്ലാവരോടും പറഞ്ഞിരുന്നത്. ഇപ്പൊ പിന്നെ അവളുടെ അലീന ചേച്ചിക്ക് വേറെ അച്ഛനുണ്ടെന്ന് പറയുമ്പം എല്ലാവരും അച്ഛനെ തെറ്റിദ്ധരിക്കില്ലേ എന്ന് പറയുമ്പം അങ്ങനെ എന്നെ ആരും തെറ്റിദ്ധരിക്കില്ലടാ. അതിനൊക്കെയുള്ള വഴിയൊക്കെ എനിക്കറിയാം. ഞാനേ ഇന്നവരെ വൈദ്യ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ മാറ്റം സംഭവിച്ചത്. അതിൻ്റെ കാരണം അച്ഛൻ മനസ്സിലാവാത്തത്. അല്ല ചേച്ചി, അച്ഛൻ്റെ മകളില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ അച്ഛൻ അമ്മയോട് ഈ വെറുപ്പ് കാണിക്കുന്നേ എന്ന് ചോദിക്കുമ്പം അതിനെല്ലാം പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അറിയേണ്ട സമയമാകുമ്പം നിങ്ങളെല്ലാം അറിഞ്ഞോളും. തൽക്കാലം ഇപ്പോൾ ഒന്നും അറിയണ്ട. നിങ്ങൾ പറഞ്ഞ പോലെ അല്ല ചേച്ചി നിങ്ങളുടെ കൂടപ്പിറപ്പ് തന്നെയാ. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ബാലേന്ദ്രൻ പോവാണേ. കൃഷ്ണമോളുടെ കണ്ണീന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. കാരണം അല്ലേനിപ്പോൾ ഒരുപാടുകൾ മിസ് ചെയ്യുന്നുണ്ടല്ലോ. ബാബി ചോദിക്കുകയാണ്, എന്താ കൃഷ്ണ ഇത്? നീ ഭയങ്കര കരച്ചിലാണല്ലോ. എന്താ അല്ല ചേച്ചി പോയിൻ്റെ വിഷമമാണോ? പിന്നെ വിഷമമില്ലാതിരിക്കോ? നിങ്ങൾക്ക് ഇത്ര വിഷമമുണ്ടെങ്കിൽ എനിക്ക് എന്തുമാത്രം വിഷമം കാണും. നേരത്തെ തൊട്ടേ ഞാനല്ലേ ചേച്ചിയുടെ കൂടുതൽ അടുത്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്ന് പറയുന്നുണ്ട്. സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം നീ ഇപ്പോൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ അങ്ങനെ നടന്നു പോയിക്കോളും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം താഴെ വൈജയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായില്ലേ എന്ന് സെർവനോട് ചോദിക്കുകയാണ്. മേഡം ഇപ്പം റെഡിയാവും, 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ സമയം 9 മണിയായി. ഇനി താൻ എപ്പോൾ റെഡിയാക്കാനാ? ഒരു കാര്യത്തിലും ഒരു ചൂടും ശുഷ്കാന്തിയും ഒന്നുമില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ഹാളിലേക്ക് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് കറികളും അതുപോലെ ഇഡലിയും ദോശയെല്ലാം കൊണ്ടുവന്ന് നേരത്തെ വെക്കുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് രോഹിത്തും ബബിതയും കൃഷ്ണമോളും വരികയാണ്. അവർ 3 പേരും വന്നിരിക്കുമ്പം ആഹാരം കഴിക്കുമ്പം കറിക്കെല്ലാം ഭയങ്കര ഉപ്പായിരിക്കും. ഒരു ടേസ്റ്റും കാണില്ല. വഴി ചോദിക്കുന്നുണ്ട്, ഇതെന്തായി ഉണ്ടാക്കി വെച്ചേക്കുന്നേ? നിങ്ങൾ നല്ല പാചകക്കാരിയാണെന്നാണല്ലോ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഇതെന്ത് കോപ്പറായോ കാണിച്ച് വെച്ചേക്കെന്ന് ചോദിക്കുകയാണ്. മേഡം, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി. ഞാനെന്തായാലും മാസ്റ്റർ ഷെഫൊന്നുമല്ല എന്ന് പറയാണ്. അപ്പോൾ രോഹി പറയുന്നുണ്ട്, അയലച്ചിച്ച് ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. കൃഷ്ണ പറയാണ്, അതെ, ഒരു ഗ്ലാസ് ചായ വെച്ചാൽ പോലും അത്രയ്ക്ക് രുചിയായിരുന്നു. ഇപ്പോൾ ഒന്നും ഇല്ലാതായി എന്ന് പറയാൻ കേട്ടോ. എന്ത് പറഞ്ഞാലും അവളുടെയൊക്കെ അലിന ചേച്ചി മിണ്ടി പോകരുത്. ആ നാശം പിടിച്ചവളുടെ പേര് ഇനി മിണ്ടരുത് ഇവിടെ, മനസ്സിലായല്ലോ? ഞാനേ ഇന്ന് മുതൽ ഓഫീസിലേക്ക് പോവാ. കോളേജിലും സ്കൂളിലും എല്ലാം പോയിക്കോണം എല്ലാവരും. പഴയതുപോലെ തന്നെ ഉഷാറായിട്ട് നടന്നോണം. അല്ലാതെ ഇവിടെ കിടന്നുകൊണ്ട് അലിന ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് പേക്കൂത്ത് കാണിച്ചുകൊണ്ട് കിടക്കരുത്. എൻ്റെ കലി ഇളക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് വൈജ അവിടെ നിന്ന് എഴുന്നേക്കാണ്. അയ്യോ മേഡം, കഴിച്ചില്ല. എൻ്റെ പട്ടിക്ക് പോലും ഇത് വേണ്ട, കൊണ്ട് കൊടുക്കടി എന്നും പറഞ്ഞുകൊണ്ട് ആ പ്ലേറ്റും കൊണ്ടൊക്കെ തള്ളി നീക്കിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ രോഹി പറയാണ്, ചേച്ചി അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, പിന്നെ ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. അമ്മ പിന്നെ പണ്ടേ അങ്ങനെയാ, എല്ലാവരോടും റൂഡായിട്ടേ പെരുമാറുള്ളൂ. ചേച്ചി അതൊത്ത് കാര്യമാക്കണ്ട, ഞങ്ങൾ കഴിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് രോഹിയും ബബിതയും കൃഷ്ണ അവിടെ നിന്ന് കഴിക്കുകയാണേ. അപ്പോഴേക്കും ബാലേന്ദ്രനും ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ വന്ന് കഴിക്കാൻ നേരം ബബിതയോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ അമ്മ എന്തിയേ? നടന്ന സംഭവങ്ങൾ അവൾ പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ബാലനാണെങ്കിൽ പ്ലേറ്റ് എടുത്ത് വെച്ച് അതിലേക്ക് ദോശയൊക്കെ കറിയൊക്കെ ഒഴിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കുട്ടികൾ പറഞ്ഞാൽ ശരിയാ, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, പിന്നെ മൊത്തത്തിൽ നോക്കുമ്പം ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇവിടെ നേരത്തെ ഒരു കൊറ്റി ഉണ്ടായിരുന്നു, അലീന, എൻ്റെ മകളായിരുന്നു. അവളെ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നത്. അവളുടെ ആ ഒരു കൈപുണ്യം അതാർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു രുചി പിടിച്ച് പോയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞത്. പോകെ പോകെ ശരിയായിക്കോളും, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ സ്ഥാപിച്ചൊരു മുതലാളി ഉണ്ടല്ലോ, ഒരു കൊച്ചമ്മ, അവളുടെ സ്വഭാവം പണ്ടേ ഇങ്ങനെ. അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് ബേജാറൊന്നും ആവണ്ട.
നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോ. എന്തായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും. ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയിരിക്കുകയല്ലേ. വൈകുന്നേരം വന്നാൽ വീണ്ടും ഇത് തന്നെ കേൾക്കും. വൈകുന്നേരം വരുന്നതിന് മുമ്പ് എല്ലാ ജോലിയും തീർത്ത് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ പിന്നെ അവരുടെ വായിന്ന് കേൾക്കാനും സമയം കാണുള്ളൂ എന്നും ബാലൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും സ്കൂളിലേക്കും കോളേജിലൊക്കെ പോവാണ്. ഈ സമയത്ത് ജോലിക്കാരിയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ആ വീട് മുഴുവനും തൂത്തുവായ തുടച്ച് അതുപോലെ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് കിടന്ന് ചെയ്യാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാ പണികളും തീർക്കുന്നുണ്ട്. രോഹിയും ബബിതയും കൃഷ്ണയും വരുമ്പോൾ അവർക്ക് ചായ കൊടുക്കാൻ കേട്ടോ. അവരും ചായ കുടിച്ചിട്ട് ഫ്രഷ് ആവാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് അവളും അങ്ങോട്ടേക്ക് വരികയാണ്. ചായ എന്ന് പറയുമ്പോഴേക്കും ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ചായ ഒട്ടും സ്ട്രോങ് അല്ലെന്ന് പറഞ്ഞുകൊണ്ട്, എന്ത് ചായ ആടിയത്, ഒട്ടും സ്ട്രോങ് അല്ലല്ലോ, ഇങ്ങനെ നീ വെച്ച് പഠിക്കുകയാണോ എന്നും പറഞ്ഞിട്ട് ആ ടേബിളിലേക്ക് ഗ്ലാസ് കുത്തി വെച്ചിട്ട് അവിടെ നിന്നിട്ട് പോകുന്നുണ്ട്. ഈ സമയം അങ്ങോട്ടേക്ക് വന്നിട്ട് കൃഷ്ണ പറയാണ്, ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാ, പണ്ട് മുതലേ അങ്ങനെയാ, അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളെ മടുത്തു. പിന്നെ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. വേണമെങ്കിലേ അമ്മ ചെയ്തോളും. എത്രയൊക്കെ കൊടുത്താലും അമ്മയുടെ തൃപ്തിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പോകണമെങ്കിൽ പോയിക്കോ. അമ്മ പറഞ്ഞൊന്നും കാര്യമാക്കാൻ നിൽക്കാന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എന്ന് പറയുമ്പം, മോളെ ഞാൻ അസോസിയേഷനിലൊക്കെ ഉള്ളതാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി എനിക്ക് കിട്ടും. ഇങ്ങനെ നാണകരുടെ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. രാത്രിയിൽ 3 പേരും കൂടി അലീനെ വീഡിയോ കോൾ ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അങ്ങനെ 3 പേരും കൂടി അലീനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അലീന ഈ സമയം ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടക്കാനുള്ള പ്ലാനിങ് ആയിരിക്കും. മുറിയിൽ നിന്നും അലീന അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കാണിക്കുകയാണ്. ഒരുപാട് പട്ടികളും ഒക്കെയുള്ള ആ ഒരു ഫാം ഹൗസ് അവൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലേ ചേച്ചി, ഇത്രയും പട്ടികളുടെ കൂടെ താമസിക്കാൻ ചേച്ചിക്ക് പേടിയൊന്നുമില്ലേ? അതുമാത്രമല്ല, ഞങ്ങൾ അറിഞ്ഞു അവിടെ ഒറ്റയ്ക്കാണെന്ന്. അദ്ദേഹം മാത്രമല്ലേ കൂടെയുള്ളൂ. പിന്നെ ഞങ്ങൾ വേറൊരു കാര്യം കൂടി അറിഞ്ഞു. അദ്ദേഹമാണല്ലേ ചേച്ചി അച്ഛൻ എന്ന് ചോദിക്കുകയാണ്. അത് നിങ്ങളോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കുമ്പം അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു മകളിപ്പോൾ അച്ഛൻ്റെ കൂടെയാണെന്ന്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നെ ചേച്ചി പറഞ്ഞതോ DNA ടെസ്റ്റ് എടുത്ത് നോക്കിക്കോ, ഞാൻ കൂടെ പിറപ്പാണെന്നൊക്കെ, അച്ഛനും മകളാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ കള്ളമായിരുന്നോ എന്ന് ചോദിക്കുമ്പം അതിനൊന്നും ഉത്തരം പറയാനുള്ള സമയമായിട്ടില്ല മോനെ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം. പക്ഷേ നീയും എൻ്റെ DNA ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ നമ്മൾ ഉറപ്പായും മാച്ചായിരിക്കും എന്ന് പറയുമ്പം, ചേച്ചി എന്തൊക്കെയായി പറയുന്നേ? അദ്ദേഹമാണ് ചേച്ചൻ ജനിപ്പിച്ച അച്ഛനെങ്കിൽ പിന്നെ ഇവിടുത്തെ അച്ഛൻ്റെ DNA ആയിട്ട് എങ്ങനെ മാച്ചാവും എന്ന് ചോദിക്കുമ്പം അതൊരു വലിയ കടങ്കഥയാ മോനെ, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും നിങ്ങളിപ്പോൾ ഓർത്ത് വ്യാകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ അമ്മ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അച്ഛനും കൂടെയുണ്ട്. സ്വസ്ഥമായിട്ട് നിങ്ങൾ ജീവിക്കാൻ നോക്ക്. 3 പേർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവണം, പഠിച്ച് ഓരോ നിലയിലെത്തണം എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നാൽ ശരി, ഞാൻ കട്ടാക്കാണേ, കിടക്കാൻ പോവാണ് എന്ന് പറയുമ്പം, ചേച്ചി സംസാരിച്ച് കൊതു തീർന്നില്ല, എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നൊരു വിരോധമുണ്ടോ? ഞങ്ങളെല്ലാം കൂടി അങ്ങോട്ടൊന്ന് വരട്ടെ എന്ന് ചോദിക്കുമ്പം, ഞാൻ ഇവിടുത്തെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, ആളിച്ചിരി ഗൗരവക്കാരനാ, എന്ത് പറയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാം എന്ന് പറയുന്നുണ്ട്. അല്ല മക്കളെ, കിടക്കാറായില്ലേ? കിടക്കാൻ പോന്നില്ലേ? ഇപ്പോൾ അമ്മ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പം, സമയമാകുന്നേ ഉള്ളൂ, കിടക്കാൻ പോവാ. ചേച്ചി വിളിക്കാൻ വേണ്ടിയാ ഞങ്ങൾ 3 പേരും കൂടി പുറത്തേക്ക് ഇറങ്ങിയത്. അമ്മയുടെ സ്വഭാവം പണ്ടത്തെ പോലെ തന്നെ. പിന്നെ ഇപ്പോൾ ഒരു സെർവൻ്റ് ഉണ്ട്. പണ്ട് ചേച്ചിയാണെങ്കിൽ ഇപ്പോൾ അടുത്ത് സെർവൻറ്റിനോടാ. പിന്നെ അവർ ചേച്ചിയെ പോലെ മിണ്ടായിരിക്കൊന്നുമില്ല. കാരണം അവർക്ക് അസോസിയേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ പോയാൽ വേറൊരു സ്ഥലം. അതുകൊണ്ട് അമ്മയുടെ വലിയത്തിനൊന്നും നടക്കില്ല. അച്ഛനാണെങ്കിലും മൈൻഡ് ചെയ്തിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഓർക്കായിരുന്നു അച്ഛൻ എന്താ പറ്റിയെന്ന്. അത്രയ്ക്ക് ശാന്ത സ്വഭാവനായിട്ടാ അച്ഛൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാ അച്ഛന് ദേഷ്യം കയറുന്നെന്ന് പറയാൻ പറ്റില്ല എന്ന് കൃഷ്ണമോളും പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മാക്സിമം നോക്കണം, അച്ഛനും അമ്മയും തമ്മിൽ അടിയുണ്ടാകാനുള്ള സാഹചര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവരുത്. 2 പേരും സന്തോഷമായിട്ട് നിങ്ങൾ 6 പേരും കൂടി സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറയാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ നോക്കട്ടെ ചേച്ചി, നടക്കുമെന്നൊന്നും അറിയില്ല, അമ്മയുടെ സ്വഭാവമല്ലേ, ഒരിക്കലും ആര് പറഞ്ഞ കേൾക്കത്തുമില്ല, സൗമ്യമായിട്ട് സംസാരിക്കത്തുമില്ല. പിന്നെ എങ്ങനെ മറ്റൊരാൾക്ക് ചേച്ചിയോട് അമ്മയോട് താല്പര്യം തോന്നുന്നേ എന്ന് പറയുമ്പോൾ, ഓരോ മനുഷ്യരുടെ ക്യാരക്ടർ ഓരോ രീതിക്കല്ലേ, അങ്ങനെയായിരിക്കും നിങ്ങളുടെ അമ്മയും എന്ന് പറയുമ്പോൾ, ഇതുവരെ ഞങ്ങൾ ആരും കേൾക്കാത്ത ഒരു താല്പര്യമാണ് അമ്മയ്ക്ക്, ഒരു സ്വഭാവം അമ്മയുടെ. പിന്നെ എങ്ങനെ ഞങ്ങൾ ക്ഷമിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്.
രാവിലെ എല്ലാവരും പോകാനിടയ്ക്കായിട്ട് റെഡിയാവുന്നുണ്ട്. വൈജയും ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഫുഡും കൊണ്ടുവരുന്ന ആ ഒരു ഹോം നേഴ്സിൻ്റെ, അതായത് മെയ്ഡിൻ്റെ കയ്യിൽ നിന്നും അറിയാതെ കുറച്ച് കറി ഒരുങ്ങിയിരുന്ന വൈജയുടെ ദേഹത്തേക്ക് വീഴുന്നുണ്ട്. അയ്യോ മേഡം സോറി, ഞാൻ പെട്ടെന്ന് പോയി തുണിയെടുത്തുകൊണ്ട് തുടച്ചു തരാം എന്ന് പറയുമ്പം എന്താടി കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാൻ വേണ്ടി കയ്യോങ്ങാണ്. പെട്ടെന്ന് തന്നെ ആ കൈക്ക് കയറി ആ സ്ത്രീ പിടിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങളുടെ ജോലിക്കാരിയാണ് ഞാൻ. നിങ്ങളൊന്ന് ശമ്പളം മേടിക്കുന്നുണ്ട്, ശരിയൊക്കെ തന്നെയാ. പക്ഷെ ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല. അടിമയെ ചെന്നാൽ തന്നെ കാശ് കൊടുത്ത് വാങ്ങിച്ചൊന്നും അല്ലല്ലോ. ഞാൻ ഒരു സ്ഥലത്ത് രജിസ്റ്റർ ചെയ്ത് അവിടെ നിന്ന് കോളുകൾ കണക്ട് ചെയ്ത് എനിക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്ന സ്ഥലത്തേക്കാണ് ഞാൻ ഓരോ തവണയും ഞാൻ ജോലിക്ക് ചെല്ലുന്നത്. ഇന്നേ വരെ ഒരു സ്ഥലത്തും ഇമ്മാതിരി സാധനത്തിനെ ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു അഹങ്കാരിയാണ് നിങ്ങൾ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ അഹങ്കാരം എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ധൈര്യം എന്ന് ചോദിക്കുകയാണ്. ഇതിന് ധൈര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ചേച്ചി. ആരഹങ്കാരം കാണിച്ചാലും തിരിച്ച് മറുപടി പറയാൻ നാക്കുണ്ടായാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ നാക്കേ ഞാൻ അരിഞ്ഞു കളയും എന്ന് പറയുമ്പം എങ്കിൽ ആദ്യം അറിയേണ്ടത് മേഡത്തിൻ്റെ നാക്കാ. മേഡത്തിൻ്റെ സ്വഭാവം പോലെ ലോകത്ത് വേറെ ആർക്കും ഒരു സ്വഭാവമില്ല. അഹങ്കാരവും ഈഗോയും പിടിച്ച് തലക്ക് കയറി നടക്കുന്ന ഒരു സ്ത്രീയാ നിങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ആ സ്ത്രീ പറയാണ്, കൂടുതൽ വിളച്ചെടുത്താൽ ഞാനിന്ന് വൈകുന്നേരം തന്നെ പോകും. എനിക്കൊരു മടിയില്ല. ഞാൻ ഒരു വർഷത്തിന് എഗ്രിമെൻ്റ് ഒന്നും വെച്ചിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നല്ല വേറെ സ്ഥലത്തേക്ക് പോയാലേ എനിക്ക് അപ്പോൾ തന്നെ വേറെ സ്ഥലത്ത് ജോലിയും കിട്ടും. ഇതുപോലെ മെയ്ഡിനെയൊക്കെ ഇഷ്ടംപോലെ ആവശ്യമാണ്. മര്യാദക്കാണെങ്കിലും മര്യാദ, അല്ലെങ്കിൽ തനി സ്വരവും നിങ്ങൾ അറിയും എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അവിടുന്ന് കൃഷ്ണമോള് മുറി കയറി വാതിൽ കൊട്ടി അടയ്ക്കുന്നുണ്ട് കേട്ടോ. ബബിത രോഹിത് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്തിൻ്റെ കേടായിരുന്നു? ഒരാവശ്യമില്ലാതെ ചേച്ചിയെ കൊടുക്കാൻ നോക്കിയിട്ടല്ലേ ഇപ്പം എങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ബബിത രോഹിത്തും ഹാളിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ സോക്കേടാ? അമ്മ എന്തിനാ വരുന്നുണ്ടും പോകുന്നതെല്ലാം വഴക്കുണ്ടാക്കുന്നേ? മേടിനോട്, ഞങ്ങളോട്, അച്ഛനോട്, കാണുന്നതോട് എല്ലാവരും ദേഷ്യം മാത്രം. ഒന്ന് ചിരിച്ചുകൊണ്ടാണെങ്കിലും അമ്മ സംസാരിക്കാറെങ്കിലും ഉണ്ടോ? അമ്മയുടെ സ്വഭാവം അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. ചുറ്റും നിൽക്കുന്ന ഞങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുന്നുള്ളൂ. ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക്. ഇത്രയും പ്രായമായില്ലേ എന്ന് ബബിത പറയാണ്. നീ എന്താടി എന്നെ ഉപദേശിക്കാൻ വന്നാണോ? അതിനൊന്നും നീ വളർന്നിട്ടില്ല. കൊല്ലപ്പള്ളിയിലെ വൈജയന്തിയാ ഞാൻ, വൈജയന്തി എന്ന് പറയുന്നുണ്ട്. കൈതക്കിൽ മാളിക വീട്ടിലെ ഏക പെൺതരിയാ. അങ്ങനെ എന്നെ ആരും തളർത്താൻ നോക്കണ്ട. അമ്മയുടെ ഈ അഹങ്കാരവും ഈ ഈഗോയും എന്ന് തലേന്നിറങ്ങുന്നോ അന്നേ അമ്മ നന്നാവുള്ളൂ. നീയൊക്കെ എന്തിനാടി എന്നെ പറയാൻ വരുന്നത്? എന്താടാ നിനക്കൊന്നും പറയാനില്ലേ? ബബിത പറഞ്ഞത് മാത്രമേ എനിക്കും പറയാനുള്ളൂ. അമ്മ ഒറ്റയൊരുത്തി കാരണമാണ് ഈ കുടുംബം നശിച്ചു പോയത്. അമ്മയാണ് എല്ലാത്തിനും കാരണക്കാരി. അതിന് ഞാൻ എന്ത് ചെയ്തതാ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിച്ച് ഞങ്ങൾക്ക് വേണ്ട സ്നേഹം നൽകി, പരിചരണം നൽകി, ഉപദേശങ്ങൾ നൽകുകയായിരുന്നെങ്കിലേ ഞങ്ങളാരും ഇങ്ങനായി പോവില്ലായിരുന്നു. അലിന ചേച്ചിയെ പോലെ ചേച്ചിയെ കിട്ടിയതുകൊണ്ടാണ് ഞങ്ങളുടെ സ്വഭാവം ഞങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ് അതിൽ മാറ്റം വരുത്തിയത്. അമ്മ ഇത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. ചേച്ചി വേണ്ടി വന്നു അതിനെല്ലാം എന്ന് പറയുമ്പോൾ എങ്കിൽ അവളെ അങ്ങോട്ട് വിളിച്ചോണ്ട് വാടാ. എന്നിട്ട് നിന്റെ അച്ഛനെ രണ്ടാം തരമായിട്ട് കെട്ടിച്ചു കൊടുക്ക്. അപ്പോൾ നിനക്കൊരു അമ്മയാകുമല്ലോ എന്ന് പറയുമ്പോൾ അമ്മയുടെ വായി കയറിയിറങ്ങാനേ ആരെ കൊണ്ടും പറ്റില്ല. ഈ ലോകത്ത് ആരെ കൊണ്ടും. അമ്മ ഒരു സ്വാർത്ഥിയാ. എപ്പോഴും പറയുമല്ലോ വൈജ അങ്ങനെയാ, വൈജ ഇങ്ങനെയാ, വൈജ മഹാ സംഭവമാണെന്ന്. അങ്ങനെ തന്നെ വെച്ചോണ്ടിരുന്നോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വൈജ ഒന്നുമല്ല, വൈജ വട്ടപൂജയാ. അതോർത്താലേ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് ബബിത രോഹിയും അവിടുന്ന് പോവാണ്. ഡാ എന്ന് വിളിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് വൈജ. അവൾക്ക് നല്ല ദേഷ്യം വരുവാണേ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നാശം പിടിച്ചുകൾ പോയാലും അവളിവിടെ എല്ലാവരുടെ മനസ്സിൽ വിഷം കുത്തി വെച്ചേക്കാം. എന്നെക്കുറിച്ചുള്ള കുറ്റങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാവരും അവർ തിരിപ്പിച്ചിരിക്കാം. കണ്ടില്ലേ അവൻ പോലും പറഞ്ഞത് ഹലിന ചേച്ചിയെ പോലെ ഒരാളെയാ വേണ്ടേന്ന്. അതിനർത്ഥം ഞാനൊന്നിനെ കൊള്ളില്ലെന്നല്ലേ? മക്കൾക്കെല്ലാം ഇപ്പം അവളെ മതി. എന്തിനാ അങ്ങേർക്കും അവളെ മതിയല്ലോ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജ അവിടെ ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. ഇതേ സമയത്ത് കൃഷ്ണമോള് മുറിയിൽ പോയിരുന്നുകൊണ്ട് അലീനെ വിളിക്കുന്നുണ്ട്. അലീനോട് ചോദിക്കുകയാണ്, അല്ലേ ചേച്ചി, അപ്പോൾ അതാണോ ചേച്ചിയുടെ അച്ഛൻ എന്ന് പറയുമ്പം അതേ മോളെ, ലെഫ്റ്റനന്റ് കേണൽ സ്റ്റാലിൻ ജോസഫ്, അന്ന് ആഗ്രയിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരനാ. ഞാൻ പറഞ്ഞില്ലേ നിന്റെ അമ്മയുടെ മേഡത്തിൻ്റെ ആങ്ങളയുടെ കൂടെ പഠിച്ച് നമ്മുടെ ഗംഗനങ്ങളുടെ കൂടെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ സമയത്ത് നിങ്ങളുടെ അമ്മ അവിടെ ജോലിയായിരുന്നു. ഇതിനിടയ്ക്ക് ട്രാൻസ്ഫറായി വെള്ളിയാങ്കൾ അവിടുന്ന് പോയി. ആ സമയം രണ്ടുപേരും പ്രേമത്തിലായതും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയതും.
അങ്ങനെയാ ഞാൻ ഉണ്ടായ സമയം ഇവിടുത്തെ അച്ഛന് ഒരു ആക്സിഡന്റ് പറ്റിയതാ പറഞ്ഞത്. അതായത് സ്റ്റാൻലി അച്ഛന് ഒരു ആക്സിഡന്റ് പറ്റി അദ്ദേഹം 3-4 മാസം കോമയിലായിരുന്നു. 2 വീട്ടുകാർക്കും ഈ ബന്ധത്തിലുള്ള താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വീട്ടുകാർ കൂടി ചെയ്ത പണിയാ. അച്ഛനോടാണെങ്കിലോ അമ്മ വേറെ വിവാഹം കഴിച്ചു, കുഞ്ഞ് മരിച്ചു പോയെന്ന് പറഞ്ഞു. അമ്മയോടും അച്ഛൻ വേറെ വിവാഹം കഴിച്ചു, കുഞ്ഞ് മരിച്ചു പോയെന്ന് അമ്മയോടും പറഞ്ഞു. അങ്ങനെ 2 വീട്ടുകാരും ഇവർക്ക് കാണാനുള്ള സാഹചര്യങ്ങളെല്ലാം നിർത്തലാക്കിയിട്ട് 2 പേരെയും കൂടി ഒഴിവാക്കായിരുന്നു. അങ്ങനെ ആ 2 പേരും 2 കല്യാണം കഴിച്ചേ. ഇവിടുത്തെ അച്ഛനും കല്യാണം കഴിച്ചിട്ടുണ്ട്, അതിൽ 3 മക്കളും ഉണ്ട് എന്ന് പറയാണ്. അവരൊക്കെ അവിടെ ഉണ്ടോ? ഏയ്, അവരൊന്നും ഇവിടെ ഇല്ല. അവരൊക്കെ അഞ്ചല്ല. ഇത് പുനലൂരിലുള്ള കുളത്തുപുഴ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഒരു ഫാം ഹൗസാ. കുറേ ഏക്കർ കണക്കിന് റബ്ബറുണ്ട്. ഒത്ത നടുവിലായിട്ട് ഒരു ബംഗ്ലാവ്. അവിടെ കുറേ പട്ടിയുണ്ട്. എങ്ങനെ പോയാലും ഒരു 10-14 പട്ടിയെങ്കിലും കാണും. പൂച്ചക്കുട്ടി മുതൽ കാളക്കുട്ടി വരെ പൊക്കമുള്ള പട്ടികളുണ്ട്. എന്നോടെല്ലാവർക്കും ഭയങ്കര സ്നേഹ. അദ്ദേഹം ഒന്ന് വിരലിനൊടിച്ചാലേ അവർക്ക് മനസ്സിലാവും എന്താ കാര്യമെന്ന്. അദ്ദേഹം അതിൽ സാറ്റിസ്ഫൈഡാ. അല്ല, ചേച്ചിയെ സ്നേഹിക്കാനൊക്കെ തുടങ്ങിയോ? ഏയ്, അതൊന്നും ഇല്ല. വലിയ ഗൗരവക്കാരനാ, മിലിറ്ററിക്കാരനല്ലായിരുന്നോ? അതിന് ചിട്ടയും വട്ടങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ അടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്നോട് സംസാരിക്കും, അല്ലാതെ വലിയ കോളൊന്നുമില്ല. ചേച്ചിയല്ലേ, ചേച്ചി മെരുക്കി എടുത്തോളൂന്ന് എനിക്കറിയാം. ഇത്രയും കാലം ഒരച്ഛനെ സ്നേഹം കിട്ടാതെ വളർന്ന എനിക്ക് മോളുടെ അച്ഛനാ, അതായത് എൻ്റെ ബാലനച്ഛനാ സ്നേഹം വാരിക്കോരി തന്നത്. അതിനത്രയും ഇനി എവിടെ പോയാലും ആവില്ല മോളെ. ആ അച്ഛൻ എന്നെ ഒരുപാട് സ്നേഹിച്ചു, ഒരുപാട് കെയർ ചെയ്തു, ഒരുപാട് അപമാനത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി. ആ അച്ഛനുള്ള സ്നേഹം എനിക്ക് ആരോടും തോന്നില്ല. അതെന്നെ ജനിപ്പിച്ച അച്ഛനാണെങ്കിലും എന്നൊക്കെ പറയാണ്. അവിടെ ഇപ്പോൾ സീനൊക്കെ എങ്ങനെയുണ്ട്? അല്ല, അച്ഛൻ ഭവിതേച്ചിയോടും രോഹിയേട്ടനോടും പറഞ്ഞു ചേച്ചിയുടെ അച്ഛനാണെന്ന്. അയ്യോ, പറഞ്ഞോ? ഇത്രയും കാലം അച്ഛൻ്റെ മകളാന്ന് പറഞ്ഞല്ലേ ഞാനവിടെ നിന്നത്. ഇപ്പൊ പെട്ടെന്ന് ഞാനല്ലാന്ന് അറിയുമ്പോൾ, ഞാൻ അച്ഛൻ്റെ മകളെന്ന് അറിയുമ്പം അവർ വീണ്ടും തെറ്റിദ്ധരിക്കില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല, അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി. എന്തൊക്കെയോ പറഞ്ഞ് അച്ഛൻ മനസ്സിലാക്കുന്നത് കണ്ടു. ഞാൻ പിന്നെ ആരോടും ഒന്നും പറയാൻ പോയിട്ടില്ല ചേച്ചി. എനിക്കാകെപ്പാടെ സങ്കട ചേച്ചി പോയതിൽ. ഒരു മനസ്സമാധാനം കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ ഒരു മനസ്സമാധാനക്കേടും വേണ്ട, ഞാനിവിടെ സേഫാ. പിന്നെ നിങ്ങളുടെ അമ്മ എന്നെ അംഗീകരിക്കുന്നോ അന്ന് ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചും വരും. ഇവിടെ ഞാൻ കംഫർട്ടബിളാ, ഒത്തിരി മാനസികമായിട്ട് നല്ല റിലീഫൊക്കെ ഉണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ 3 പേരെയും അച്ഛനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പായി ഞാൻ തിരിച്ചു വരും എന്ന് പറയുമ്പം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക ചേച്ചി. എൻ്റെ എന്തോ വലിയൊരു സാധനം കളഞ്ഞു പോയതുപോലെയാ എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും ടയർഡാ, എപ്പോഴും ഒരു സൈസ് മൂകതയാ. ഈ വീടിനകത്താണല്ലോ അടിബഹളം വഴി നേരെയില്ല. ചേച്ചിയാണെങ്കിൽ എപ്പോഴും പുഞ്ചിരിച്ച മുഖമായിട്ട് വരുമായിരുന്നല്ലോ. ഇപ്പം അങ്ങനെ ഒന്നുമില്ല. മൊത്തത്തിൽ ഒരു ശൂന്യത ചേച്ചി. എനിക്ക് മാത്രമല്ല, ബബി ചേച്ചിയുടെയും രോഹിയേട്ടൻ്റെയും അച്ഛൻ്റെയും കാര്യം അങ്ങനെ തന്നെയാ. പിന്നെ അമ്മ പണ്ടത്തെ പോലെ ഒരു മാറ്റവും ഇല്ല. എല്ലാവരോടും ദേഷ്യവും ചാട്ടവും ബഹളവും. അതിൻ്റെ കൂടെ ചേച്ചിയുള്ള കുറ്റപ്പെടുത്തലും. അത് കേൾക്കുമ്പോഴാ ഞങ്ങൾക്ക് എല്ലാവർക്കും ചൊറിഞ്ഞു വരുന്നത് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് മോക്കടെ അമ്മയല്ലേ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും മോളെ വിഷമിക്കേണ്ട കാര്യമില്ല. എന്നോടുള്ള ദേഷ്യമല്ലേ കാണിച്ചു കൂട്ടുന്നത്, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നിങ്ങനെ നമ്മുടെ കൃഷ്ണമോളോട് അനീന പറയുന്നുണ്ട്. എന്നാൽ ശരി, ഞാൻ ഫോൺ കട്ടാക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണമോള് കരയുന്നുണ്ട്. അയ്യേ, എൻ്റെ മിടിക്കുമോൾ എന്തിനാ കരയുന്നേ? ഞാൻ അങ്ങോട്ടേക്ക് എത്തും, എൻ്റെ മക്കളെ കാണാതിരിക്കാൻ അങ്ങനെ എനിക്ക് പറ്റുമോ എന്ന് ചോദിക്കാണ്. എങ്കിലും ചേച്ചി ഇത്ര വേഗം പോകണ്ടായിരുന്നു. എൻ്റെ കൂടെപ്പിറപ്പ് ആരാണെന്നും എന്നെ ജനിപ്പിച്ചതാരാണെന്നൊക്കെ എനിക്ക് അറിയണ്ടേ മോളെ. അവരുടെ കൂടെയൊക്കെ താമസിച്ച് ഒന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ ഞാൻ വരാം എന്ന് പറയുമ്പം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കാണ്. കൃഷ്ണയും ബബിതയും രോഹിയും കൂടി കൃഷ്ണയുടെ മുറിവ് തുറക്കുന്നുണ്ട്. കൃഷ്ണ അപ്പം കരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. നീ എന്തിനായി കരയുന്നെന്ന് ബബിത ചോദിക്കാണ്. ഒന്നുമില്ലാന്ന് പറയുന്നുണ്ട്. എന്താ അവിടെ പുറത്തൊരു ബഹളമൊക്കെ കേട്ടത്? എന്ത് കേൾക്കാനാ, നമ്മുടെ അമ്മ തന്നെ സ്ഥിരം പല്ലവി. അതിലൊന്നും കാര്യമൊന്നുമില്ല. അമ്മ എപ്പോഴും അങ്ങനല്ലേ പറയുള്ളൂ. അമ്മയ്ക്ക് അമ്മയുടെ ഭാഗമാണ് വലുത്, മറ്റൊന്നും അമ്മ ചിന്തിക്കാറില്ല എന്ന് പറയുമ്പോൾ അവള് ഭയങ്കരമായിട്ട് കരയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേട് തോന്നുന്നുണ്ട് എനിക്ക്. അച്ഛൻ ആദ്യം പറഞ്ഞത് അച്ഛൻ്റെ മകളാണെന്നാ, പിന്നെ പറഞ്ഞപ്പോൾ വേറെ ആരുടെ മകളാണെന്ന്. അതിൻ്റെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? വലിയങ്ങളും കൊച്ചുങ്ങളും മറ്റേങ്ങളും എല്ലാവരും പറഞ്ഞല്ലോ അല്ല ചേച്ചി അച്ഛൻ്റെ മോളാന്ന്. പിന്നെ ഇതിൽ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ പോലെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ സംഭവം എന്ന് ചോദിക്കാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, കൃഷ്ണൻ നീയാണ് അലീനയുമായിട്ടും അച്ഛനുമായിട്ടും കൂടുതൽ അടുപ്പം.
ഞങ്ങളെക്കാൾ മുമ്പ് ചേച്ചിയെ മനസ്സിലാക്കി ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത ആൾ നീയാ. അതുകൊണ്ട് എനിക്കുറപ്പാ സത്യം എന്തായാലും നിനക്കറിയാം. സത്യം പറഞ്ഞോ, എന്താ സംഭവം? അലച്ചിട്ട് അച്ഛൻ ശരിക്കും ആരാ? എന്താ ഈ കുടുംബമായിട്ടുള്ള ബന്ധം? എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ? ചേച്ചി ഇപ്പൊ പോയത് ആറടുത്തേക്കാ എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണ പുറം തിരിഞ്ഞ് കരയാണ്. ബബിത പോയിട്ട് എന്താടി നിനക്കെന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം എനിക്ക് ചേച്ചിയെ കാണാൻ തോന്നുക. ചേച്ചിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പാവമുണ്ട്, നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തതാ. എന്നിട്ട് അവസാന നിമിഷം ഇറങ്ങിപ്പോയപ്പോൾ നമുക്കൊന്ന് തടയാനെങ്കിലും പറ്റിയോ? നമുക്കെന്തെങ്കിലും പറയാനെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കാണ്. എന്ത് ചെയ്യാനാ, നമ്മുടെ അമ്മയുടെ വാശി. അത്രമാത്രം കരുതിയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല, ഞങ്ങൾ ചോദിച്ചതിന് മറുപടി നീ പറഞ്ഞില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറുമൊന്നും വേണ്ട. സത്യം പറ, എന്താ സംഭവം? നിനക്കെല്ലാം അറിയാന്ന് ഞങ്ങൾക്കറിയാം. നീ പെട്ടതൊരു ദിവസം അലച്ചിട്ട് ഭയങ്കരമായിട്ട് സ്നേഹിക്കായിരുന്നു. അതെന്തോ കാരണമുണ്ട്. അത് മാത്രല്ല, അങ്കിളമാരും അന്ന് തട്ടിക്കൊണ്ടുപോയ ദിവസമാണ് ചേച്ചി ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയതും വെറുപ്പ് മാറിയതും ഒക്കെ. മനവേട്ടൻ പിന്നെ ആയിരുന്നിട്ട് അങ്ങനെ തന്നെയാണ്. എങ്കിലും ഇതിനിടയ്ക്കൊക്കെ എന്തൊക്കെയോ ഒരു ട്വിസ്റ്റ് ഉള്ള പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. അച്ഛൻ പറഞ്ഞിൽ എന്തൊക്കെയോ കള്ളത്തലുണ്ട്. എന്താ കൃഷ്ണേ? ഞാനും രോഹിയേട്ടനും അച്ഛനോടൊപ്പം കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ചേച്ചി ആരാ, അച്ഛനാണെന്നൊക്കെ. നീ മാത്രം ഒരക്ഷരം പോലും മിണ്ടാതെ തല ഒന്നിച്ച് നിന്നു. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി നിനക്കെല്ലാം അറിയാം. സത്യം പറടി, ആരാ അല്ല ചേച്ചി? എന്താ ഈ കുടുംബമായിട്ടുള്ള ബന്ധം? അച്ഛനോട് എന്താ ബന്ധം? ഇപ്പൊ പോയിരിക്കുന്നത് എങ്ങോട്ടാ എന്നൊക്കെ ചോദിക്കുമ്പം കൃഷ്ണയ്ക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പേടിയാണ്. കൃഷ്ണ ഒന്ന് ഡോർ ലോക്ക് ചെയ്തിട്ട് രണ്ടുപേരോട് പറയാണ്, രണ്ടുപേരും എനിക്കൊരു സത്യം ചെയ്തു തരണം. ഈ കാര്യം നമ്മളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല എന്ന് പറയുമ്പം ശരി, സമ്മതിച്ചു, ഞങ്ങൾ ആരോടും പറയില്ല. നീ കാര്യം പറ. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ചേച്ചിയുടെ അച്ഛൻ നമ്മുടെ അച്ഛനല്ല. അതിപ്പോ അച്ഛൻ പറഞ്ഞല്ലോ. അതെ, നിങ്ങളിപ്പോ അറിഞ്ഞില്ലേ, അവിടെയുള്ള ഒരാളാണ് അച്ഛൻ, നമ്മുടെ അലച്ചിയുടെ അച്ഛനെന്ന്. അത് ശരിയാ. അദ്ദേഹത്തിന്റെ പേര് സ്റ്റാൻലി ജോസഫ് എന്നാ. അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു എന്ന് പറയാണ്. ആണോ? പിന്നെ നമ്മുടെ അച്ഛന്റെ പേരെന്തുകൊണ്ടാ പറഞ്ഞത്? അച്ഛൻ മോളെപ്പോൾ എന്തിനാ സ്വീകരിച്ചേ? ഇത്രയും കാലം എന്താ മറച്ചു വെച്ചതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു. എന്താ കാര്യം എന്ന് ചോദിക്കാണ്. അതറിയണമെങ്കിലേ 23 വർഷം മുമ്പുള്ള ഒരു കഥ നിങ്ങൾ കേൾക്കണം. കഥയോ? അതെ, നമ്മുടെ അമ്മയുടെ കഥ. അമ്മയുടെ കഥയോ? അതെ. അന്ന് വൈജ വളരെ സുന്ദരിയായിരുന്നെന്ന് മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛനും. അങ്ങനെ ആഗ്രയില് നമ്മുടെ മൂത്ത അങ്കിളില്ലേ ഗംഗനങ്ങൾ അവിടെ ലെഫ്റ്റനന്റ് കേണലായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ സമയത്താ അങ്ങോട്ടേക്ക് നമ്മുടെ അമ്മയും കൂടി ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോണത്. അങ്ങനെ അവർ രണ്ടും താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാ അവിടെ കേണലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റാൻലി ജോസഫായിട്ട് അമ്മ അടുപ്പത്തിലായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വലിയങ്കളിന് അവിടുന്ന് ട്രാൻസ്ഫറായി പോയി. ഈ സമയം ഡൽഹിക്ക് പോയ ഗംഗനങ്ങൾ ഇവിടെക്കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. അനിയത്തി അവിടെ സേഫ് ആണല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ നിന്നത്. പക്ഷേ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി. സ്റ്റാൻലി ജോസായിട്ട് നമ്മുടെ അമ്മ കൂടുതൽ അടുത്തു. രണ്ടുപേരും തമ്മിൽ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു. അങ്ങനെ എന്തോ ആവശ്യത്തിനായിട്ട് അവിടുന്ന് നമ്മുടെ അമ്മ പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോഴാ ആ സ്റ്റാൻലി എന്ന് പറഞ്ഞ ആള് പുനർലൂരിലേക്ക്, അതായത് അയാളുടെ നാടായ തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. പിന്നീട് ഒരിക്കലും അമ്മ അങ്കിളിനെ കണ്ടിട്ടില്ല. ആ അങ്കിള് പിന്നെ എവിടെ പോയെന്നോ ഒന്നും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അയ്യോ, എന്നിട്ടോ? അതിനുശേഷം ഗംഗനങ്ങൾ തിരിച്ചെന്നപ്പോൾ മനസ്സിലാക്കി തൻ്റെ പെങ്ങള് പൂർണ്ണ ഗർഭിണിയാണെന്ന്. അവിടുന്ന് ഇവര് വീട്ടിലേക്ക് കൊണ്ടുപോകാതെ കൊല്ലപ്പള്ളിക്ക് കൊണ്ടുപോകാൻ നേരെ കൊണ്ടുപോയത് കൊട്ടാരക്കരയിലുള്ള നമ്മുടെ അമ്മാവനായ രാവണേന്റെ വീട്ടിലേക്കാ. അവിടെ ചെന്ന് അവിടെ ഒരു ഹോസ്പിറ്റലില് അവിടെ അമ്മയുടെ പ്രസവം എടുത്തു. ആ സമയത്ത് ആ കുഞ്ഞ് മരിച്ചു പോയെന്നാ മുത്തശ്ശൻ എല്ലാവരോടും പറഞ്ഞത്. അമ്മയോടും ആങ്ങളമാരോടും ഭാര്യയോട് പോലും അങ്ങനെയാ പറഞ്ഞത്. അല്ല, അമ്മയപ്പോ വേറെ കുട്ടിയെ പ്രസവിച്ചതാണെന്ന് നീ പറയുന്നേ? അതെ, ഞാൻ പറഞ്ഞ കഥ മൊത്തം കേക്ക്. ശരിക്കും നമ്മുടെ അമ്മേനെ എല്ലാവരും കൂടി പറ്റിച്ചതാ. ആ കുഞ്ഞ് മരിച്ചു പോയില്ലായിരുന്നു. ആ കുഞ്ഞ് അനാഥാലയത്തിലേക്ക് നമ്മുടെ മുത്തശ്ശൻ കൊടുക്കുമായിരുന്നു ഇഷ്ടദാനമായിട്ട്. ആ അനാഥാലയത്തിൻ്റെ പേരാ സ്നേഹനികേതം എന്ന് പറയുന്നുണ്ട്. സ്നേഹനികേതമോ എന്ന് ചോദിക്കുകയാണ് ബബിത. അതെ. അപ്പോൾ സ്റ്റാൻലി നമ്മുടെ അമ്മയെ ചതിക്കായിരുന്നാണോ പറഞ്ഞത്? അല്ല, അപ്പോൾ ഈ സ്റ്റാൻലി അല്ലേ അലച്ചിയുടെ അച്ഛൻ? അങ്ങനെ നോക്കുമ്പോൾ അല്ല ചേച്ചി എന്ന് പറയാണ് ബബിത. അതെ, നിങ്ങളുടെ ഊഹ ശരിയാ. നമ്മുടെ അമ്മ അന്ന് പ്രസവിച്ച കുഞ്ഞാ അലിന ചേച്ചി. അല്ലാതെ നമ്മുടെ അച്ഛനുമായിട്ട് ചേച്ചിക്ക് യാതൊരു ബന്ധമില്ല. ചേച്ചിയുടെ അച്ഛനാ സ്റ്റാൻലി ജോസഫ്, അതായത് നമ്മുടെ അമ്മയുടെ മുൻ കാമുകൻ എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ബബിത രോഹിത്തും ആകെപ്പാട് തകർന്ന് ഷോക്കായി നിൽക്കാണ്.
അല്ല, അപ്പൊ ഈ സ്റ്റാൻലി ജോസഫ് അമ്മയെ ചതിച്ചിട്ട് പോവല്ലായിരുന്നോ? പിന്നെ ഇപ്പൊ എന്തിനാ ചേച്ചി അങ്ങോട്ടേക്ക് പോയത്? അതിന് പിന്നിൽ എന്താ സംഭവം? ശരിക്കും സ്റ്റാൻലി ജോസഫ് അമ്മയെ പറ്റിച്ചൊന്നുമല്ല. അന്ന് എന്തോ പേപ്പറിന്റെ ആവശ്യമൊക്കെ ആയിട്ട് പുനലൂരിലേക്ക് വന്നതാ. ആ സമയത്ത് അവിടെ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. 4 മാസം കോമയിലായിരുന്നു. സംസാരിക്കാനൊന്നും പറ്റില്ലായിരുന്നു. ആ സമയം കൊണ്ട് നമ്മുടെ അമ്മയുടെ പ്രസവമൊക്കെ കഴിഞ്ഞു. വീട്ടുകാരാണെങ്കിലോ സ്റ്റാൻലി അമ്മയെ ചതിക്കാണെന്നും പറഞ്ഞ് അമ്മേനെ പറഞ്ഞു പറ്റിച്ചു. എഴുന്നേക്കാറായപ്പോ അനിയനെ പറഞ്ഞുവിട്ട് അദ്ദേഹം അന്വേഷിപ്പിച്ചതാ. ആ സമയത്ത് അവിടെ എങ്ങും വൈദ്യയെക്കുറിച്ച് ഒരറിവ് പോലും കിട്ടിയില്ല. ശേഷം ഗംഗനങ്ങളോട് വരെ പോയി ചോദിച്ചെങ്കിലും അവൾ പ്രസവിച്ചു, കുഞ്ഞ് മരിച്ചുപോയി, ഇനി അവളുടെ പിന്നാലെ വരരുതെന്നും പറഞ്ഞിട്ട് അവർ ചൂടാവുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തു. കൊല്ലപ്പള്ളിയിലേക്ക് അദ്ദേഹം പോയിരുന്നു. എല്ലായിടത്തും വൈദ്യനൊന്ന് കാണാൻ പോലും സമ്മതിക്കാതെ എല്ലാവരും കൂടി ആ പാവത്തിനെ ഓടിച്ചു വിടുകയായിരുന്നു. ശേഷം അതെല്ലാം മറക്കാൻ ഒരുപാട് കാലമെടുത്തു. അദ്ദേഹവും വേറെ വിവാഹമൊക്കെ കഴിച്ചു. എന്നാൽ അമ്മ ഈ സമയത്ത് സ്റ്റാൻലിയെ കാണുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പോവാണെന്നുള്ള ഭാവിച്ച് ഇവരെല്ലാം കൂടെ പറ്റിക്കായിരുന്നു. സ്റ്റാൻലിക്ക് വേറെ കല്യാണം കഴിച്ചു, ഒരു ക്രിസ്ത്യാനി പെണ്ണുമായിട്ട് സുഖമായിട്ടൊരു വേറെ സ്ഥലത്ത് ജീവിക്കുക. സ്റ്റാൻലിനെ ചതിക്കായിരുന്നൊക്കെയാ അമ്മയോട് ഇവരെല്ലാം പറഞ്ഞു പിടിപ്പിച്ചത്. കല്യാണക്കുറി സഹിതം അവരോട് കാണിച്ചു. അതിൽ നിന്നും അമ്മ വിശ്വസിക്കുകയായിരുന്നു സ്റ്റാൻലി നിന്നെ ചതിക്കായിരുന്നെന്ന്. രണ്ടുപേരെ മനസ്സുകൊണ്ട് രണ്ടുപേരും ചതിച്ചില്ല. വീട്ടുകാർ അവരെ ചതിച്ചേ. ആ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടത് അയല ചേച്ചിക്ക് മാത്രമായിരുന്നു. ഒരു അനാഥാലയത്തില് ആ പാവം ചേച്ചി അവിടെ വളരുകയായിരുന്നു, തന്റെ സ്വന്തം അച്ഛനമ്മയും ആരാണെന്നറിയാതെ. അങ്ങനെ നാട്ടിലേക്ക് വന്നതിന് ശേഷം അമ്മ ഭയങ്കര ഡിപ്രഷനിലേക്കും ഭയങ്കര ബുദ്ധിമുട്ടിലേക്കൊക്കെ പോയി. ആ സമയത്താ അമ്മ വിവാഹം കഴിക്കണമെന്നുള്ള വാശിയില് കാശൊക്കെ ഉണ്ടാക്കി വലിയ പണക്കാരനായിട്ട് അച്ഛൻ തിരിച്ചു വരുന്നത്. അങ്ങനെ കുടുംബത്തിൽ പോയി ചോദിച്ചപ്പോൾ തന്നെ ഇങ്ങനൊരു അബദ്ധം പറ്റിയിരിക്കുന്നതുകൊണ്ട് ആരും അറിയാതെ പെട്ടെന്ന് തന്നെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ കല്യാണം അങ്ങ് ഉറപ്പിക്കായിരുന്നു. അച്ഛനുമായിട്ടുള്ള അമ്മയുടെ കല്യാണം. കഴിഞ്ഞ 23 വർഷമായിട്ട് അമ്മ സ്റ്റാൻലി അമ്മേനെയോ അന്വേഷിച്ചിട്ടില്ല. തൻ്റെ കുട്ടി മരിച്ചുപോയെന്നാണല്ലോ അമ്മയുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെക്കുറിച്ചും അമ്മ ആലോചിച്ചിട്ട് കൂടിയില്ല. ഇത്രയും വർഷം അച്ഛൻ്റെ കൂടെ അമ്മ ജീവിച്ചു. പക്ഷേ ഈയിടെയല്ല വലിയൊരു സംഭവം ഉണ്ടായത്. അതെന്താ ഇനി വലിയൊരു ട്വിസ്റ്റ്? അതാണ് വലിയ ട്വിസ്റ്റ്. എന്താണെന്നറിയോ? നമ്മുടെ ചേച്ചി അല്ല ചേച്ചിയാണ് നമ്മുടെ അമ്മ പ്രസവിച്ച മകളെന്ന് അച്ഛൻ അറിഞ്ഞു. അച്ഛനോ? എങ്ങനെ അച്ഛൻ അറിഞ്ഞേ? അതാ വലിയ സംഭവം. അന്ന് രേവതിക്കുട്ടി ചേച്ചിയൊക്കെ മെസ്സേജ് അയച്ചിരുന്നത് മുത്തശ്ശിയുടെ ഫോൺ വഴിയായിരുന്നല്ലോ. മുത്തശ്ശി ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ആ ഫോൺ എന്തോ ആവശ്യത്തിന് തുറന്നതാ നമ്മുടെ അച്ഛൻ. അതിൽ നിന്നാ രേവതിക്കുട്ടി ചേച്ചി പറഞ്ഞത് അച്ഛൻ കേട്ടത്. അമ്മയുടെ സ്വന്തം മകളാണ് ചേച്ചിയെന്നും ചേച്ചിയുടെ അമ്മ പിഴച്ച് പ്രസവിച്ചതാണെന്നും ഇതിന് വീട്ടുകാരെല്ലാം അറിയാമെന്നും അച്ഛനെ പറ്റിക്കാണെന്നൊക്കെ അച്ഛൻ അറിഞ്ഞപ്പോളേ അച്ഛൻ ആകെപ്പാട് തകർന്നടിഞ്ഞുപോയി. ഇത് സത്യമാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ വെല്ലിയങ്കിലുള്ള നീലഗിരിക്ക് പോയി. അവിടെ പോയി മാലതി ആന്റിയെയും അങ്കിളിനെയും കണ്ട് സത്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. ഇനി കള്ളം പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അതറിഞ്ഞതോടെ അച്ഛൻ ആകെപ്പാടെ വയലൻ്റായി. തിരികെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നു. ശേഷം അയല ചേച്ചിയോട് സത്യങ്ങളെല്ലാം ചോദിക്കായിരുന്നു. ചേച്ചിക്ക് വേറെ നിവൃത്തിയില്ലാതെ എല്ലാം തുറന്നു പറഞ്ഞു. അതിനുശേഷമാണ് നമ്മുടെ അച്ഛൻ അറ്റാക്ക് ഉണ്ടായത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ അറ്റാക്കിന് ശേഷം അച്ഛനമ്മയെ അടുപ്പിക്കാതായത്. അമ്മയ്ക്ക് ഇതുവരെ എന്തുകൊണ്ടാ അച്ഛനമ്മ അവോയ്ഡ് ചെയ്യുന്നെന്ന് മനസ്സിലായിട്ടില്ല. ആലിനെ ചേച്ചി വന്നതിന് ശേഷമാണെന്ന് അമ്മയ്ക്ക് അറിയുള്ളൂ. അതെന്തുകൊണ്ടാ കാരണം അമ്മയ്ക്ക് ഇതുവരെ അറിയില്ല. അതുകൊണ്ടാ ചേച്ചിയുടെ ഇത്രയ്ക്കും ദേഷ്യവും വാശിയൊക്കെ. അവിഹിതബന്ധത്തിൽ ജനിച്ച കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അമ്മയ്ക്ക് ഇത്രയും ദേഷ്യം. പക്ഷേ അച്ഛനറിയാം അമ്മയാ ചെയ്തതെന്ന്. എന്നിട്ടും ഇങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ അച്ഛൻ. അല്ല, ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ? അച്ഛനെങ്കിൽ അമ്മയുടെ ഈ കാര്യം നേരിട്ട് പറഞ്ഞൂടെ? അച്ഛൻ എന്തായാലും അയല ചേച്ചിനെ ഭയങ്കര ജീവനല്ലേ, സ്വന്തം മോളെ പോലെ ഇഷ്ടമാണ്. അപ്പൊ പിന്നെ അമ്മയുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഒരുമിച്ച് ജീവിച്ചാ പോരെ? ഇല്ല, അവിടെ അച്ഛൻ്റെ ഈഗോ ഒരിക്കലും സമ്മതിക്കില്ല. ഈഗോ എന്നല്ല, അച്ഛൻ്റെ സ്ഥാനത്തുനിന്ന് ചേച്ചി ചിന്തിച്ചു നോക്കിക്കേ. സ്വന്തം ഭാര്യ, അവരുടെ വീട്ടുകാര് 23 വർഷമായിട്ട് ഒന്ന് പ്രസവിച്ചതും കുട്ടികളെ കാര്യം പോലും മറച്ചു വെച്ചു. അങ്ങനെ മറച്ചു വെച്ച് ഇത്രയും കാലം അച്ഛനൊരു വിഡ്ഢിയാക്കല്ലായിരുന്നോ? അതുകൊണ്ട് തന്നെ അച്ഛന് അവരോട് ഇത്രയ്ക്ക് ദേഷ്യം. അച്ഛന് അമ്മേനെ ഇപ്പോൾ ഭയങ്കര വെറുപ്പാ. പക്ഷെ ചേച്ചിയോട് ഭയങ്കര സ്നേഹ. ചേച്ചി ഇവിടുന്ന് പോകണമെന്ന് വാശി പിടിച്ചപ്പോഴാ അച്ഛൻ പോകാൻ സമ്മതിച്ചത്. എങ്കിൽ പിന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം ആ ചേച്ചിയുടെ അച്ഛനെ വിടണമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാ അങ്ങോട്ടേക്ക് തന്നെ ആക്കിയത് എന്ന് പറയുന്നുണ്ട്. അല്ല, വൈജ അമ്മേനെ നമ്മൾ വിവാഹം കഴിച്ചത് നമ്മുടെ അച്ഛനാണെന്നൊക്കെ അയാൾക്കറിയോ? അതെല്ലാം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാ സ്റ്റാലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ചേച്ചി ആക്കിയത്.
അല്ല ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് അമ്മയുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പൊ അമ്മയ്ക്ക് സ്വന്തം മോളെന്ന് പറയുമ്പം സന്തോഷമാവില്ലേ? ചേച്ചിയെ വിളിച്ചോണ്ട് വരില്ലേ എന്ന് രോഹി ചോദിക്കുമ്പം അവിടെ ആ ചേട്ടായി വലിയൊരു കടമ്പയുള്ളത്. നമ്മുടെ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല. ആ സത്യം എന്ന് അമ്മ അറിയുന്നോ ആ നിമിഷം അമ്മയെ ഡിവോഴ്സ് ചെയ്തിരിക്കുന്ന അച്ഛൻ പറയണേ. ആത്മാഭിമാനമില്ലാതെ ജീവിക്കില്ല, അവളുടെ കൂടെ ഇനി ഒരിക്കലും നാം ഭർത്താവായിട്ട് ജീവിക്കില്ലെന്നൊക്കെയാ അച്ഛൻ പറഞ്ഞേക്കുന്നേ. അവർ ഡിവോഴ്സ് ആവരുതെന്ന് അല്ലച്ചിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ ഒന്നും പറയണമെന്ന് പറഞ്ഞിരിക്കുന്നേ. ഞാനും ആരോടും പറയാത്തതിന്റെ കാരണം അതൊക്കെയാ. നമ്മുടെ ശിവനങ്ങളും രാജവലനങ്ങളും ഒക്കെ മനസ്സിലാക്കിയതേ അന്ന് ചേച്ചി തട്ടിക്കൊണ്ടു പോകാൻ പോയില്ലേ? അന്ന് രാത്രിയിൽ നീലഗിരിയിൽ നിന്നും വെല്യങ്ങൾ വന്നിട്ടാ സത്യങ്ങളെല്ലാം അവരോട് തുറന്നു പറഞ്ഞത്. അതിനുശേഷമാണ് അവരൊന്ന് ഒതുങ്ങിയതും ചേച്ചിയെ സ്നേഹിക്കാൻ തുടങ്ങിയതും. മനുഷ്യേട്ടനും നേരത്തെ കാര്യം അറിഞ്ഞിരുന്നു. അന്ന് ചേച്ചിയെ നിങ്ങളെല്ലാം കൂടി വീടിന് വെളിയിലേക്ക് പുറത്ത് തല്ലി ഇറക്കി വിട്ട് ഓർക്കുന്നുണ്ടോ? അന്ന് അച്ഛനും ഞാനും കൂടി റിസോർട്ടിലേക്ക് പോയില്ലേ? അന്നായി സത്യങ്ങളെല്ലാം അച്ഛൻ എന്നോട് തുറന്നു പറയുന്നത്. അതായാലും ചേച്ചി നിങ്ങൾ ധൈര്യമായിട്ട് DNA എടുത്ത് നോക്കിക്കൊള്ളാൻ പറഞ്ഞത്. ശരിക്കും ചേച്ചി അച്ഛൻ്റെ അല്ല, നമ്മുടെ അമ്മയുടെ മകളാ. അത് ഇവിടെ പറയാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാ ചേച്ചി ആരോടും പറയാതിരുന്നത്. അച്ഛൻ പോലും ഉരുണ്ട് കളിക്കുന്നത് അതിന്റെ പേരില്ല. ഇപ്പൊ അച്ഛനെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ കേട്ടുണ്ടോ? അങ്കിൾമാർക്കെല്ലാം സത്യം അറിയാം. പിന്നെ നമ്മുടെ മുത്തശ്ശിക്ക് അറിയാം സ്വന്തം കൊച്ചുമോളോ അല്ല ചേച്ചിന്ന്. അതിപ്പോഴാ മനസ്സിലാക്കിയത് റീസെന്റ് ആയിട്ട്. ഇത്രയും പേർക്ക് സത്യങ്ങളെല്ലാം അറിയാം, വേറെ ആർക്കും അറിയില്ല. പിന്നെ രേവതി ചേച്ചിക്കും അവരുടെ വീട്ടുകാർക്കും അറിയാട്ടോ എന്ന് പറയാണേ. അല്ല സ്നേഹനികേയത്തിന്ന് അപ്പൊ ഇവര് കഴിഞ്ഞ തവണയല്ലേ അന്വേഷിച്ചു വന്നത്, മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പേ? അതെ. ആ മമ്മിക്കും തീരെ സുഖയില്ലാതായപ്പോ ഓരോരുത്തരെ ഓരോ സ്ഥലങ്ങളിലേക്ക് ആക്കായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ അലീന ചേച്ചിനെയും എങ്ങോട്ടെങ്കിലും ആക്കണ്ടേ? സ്വന്തം വീട്ടിലേക്കാണെങ്കിൽ നല്ലതാണെന്നും പറഞ്ഞുകൊണ്ടാ അന്നത്തെ അഡ്രസ്സ് വെച്ചുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് അവർ കാണാൻ വന്നത്. അങ്ങനെ മുത്തശ്ശൻ കഴക്കൂട്ടത്തുള്ള സ്നേഹനികേയത്തിലേക്ക് പോയതും ചേച്ചിനെ കാണുന്നതും. അങ്ങനെ മനുവേട്ടനും അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴാ മനുവേട്ടനും ബാലേന്ദ്രൻ നമ്മുടെ അച്ഛനും കൂടി ആരാണെന്ന് പോലും അറിയാതെ ചേച്ചിയെ പോയി കൊണ്ടുവരുന്നതും. അതിനുശേഷമാണ് ഈ സംഭവ വികാസങ്ങൾ നടന്നത്. ഇപ്പൊ മനസ്സിലായാലേ ചേച്ചിക്ക് നമ്മുടെ എന്തത്ര സ്നേഹമെന്ന്. നമ്മളെ ഒരേ വയറ്റിൽ പിറന്നവരാ, ആ ഒരു വയറ്റിൽ പിറന്നവരാ നമ്മൾ 4 പേരും എന്ന് പറയാണ്. ബബിത ആകെപ്പാടെ വണ്ടടിച്ച് നിൽക്കാണ്. ഇങ്ങനൊരു പാസ്റ്റ് നമ്മുടെ അമ്മയ്ക്കുണ്ടായിരുന്നോ? അറിഞ്ഞില്ലല്ലോ. അമ്മ എന്ത് അഹങ്കാരം കാണിക്കുന്നേ? അച്ഛനെ കുറിച്ച് അമ്മ എന്തൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ അവിഹിതത്തിന് പോയി, അച്ഛൻ്റെ അവിഹിത അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഓവറായിട്ട് ആറ്റിറ്റ്യൂഡ് കാണിക്കാം. അത് നമ്മുടെ അമ്മയ്ക്ക് പണ്ടേ ഉള്ളതല്ലേ. അമ്മ ചെയ്ത പ്രവൃത്തികളൊന്നും അമ്മ ഇപ്പോൾ ഓർക്കുന്ന കൂടി ഇല്ലായിരിക്കും. അതെല്ലാം മറന്നുകൊണ്ടാ അമ്മ സംസാരിക്കുന്നത്. പക്ഷെ അറിയാവുന്ന കുറച്ചുകൂടെ ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. ഉടനെ അമ്മ അതൊക്കെ തിരിച്ചറിഞ്ഞോളും എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അല്ല ഇതിനി പ്രശ്നമാവില്ലേ? നമ്മൾ എങ്ങനെയെങ്കിലും ചേച്ചി അമ്മയുടെ മോളാണെന്ന് അറിയിക്കുകയാണെങ്കിൽ അറിയിച്ചാലോ? അത് വേണ്ട. അറിയിച്ചാ അച്ഛൻ അപ്പോൾ തന്നെ അമ്മ ഡിവോഴ്സ് ചെയ്യും. അതച്ഛൻ വാക്ക് പറഞ്ഞ കാര്യ, ഒരിക്കലും അതിന് മാറില്ല. അല്ല അച്ഛൻ നമ്മൾ അമ്മേനെ അറിയിക്കാം. അമ്മ അറിഞ്ഞുവെന്ന് അച്ഛൻ അറിയണ്ട, അതൊന്നും നടപ്പുള്ള കാര്യമല്ല. അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ചേച്ചിയെ കാണുമെന്ന് പറയും, ചേച്ചിയെ ചേർത്ത് പിടിക്കും. സ്വന്തം മോളാണല്ലോ, ചേച്ചി സ്വീകരിക്കും. അപ്പത്തന്നെ അച്ഛൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് ആ രീതിക്ക് ശ്രമിക്കാതിരിക്കും നല്ലത്. പിന്നെ എങ്ങനെ മനസ്സിലാക്കും അവർ തമ്മിൽ? അമ്മ എങ്ങനെയെങ്കിലും തിരിച്ചറിയട്ടെ സ്വന്തമായിട്ട് അമ്മയുടെ മകളാ ചേച്ചിയെന്ന്. അങ്ങ് ആ സമയം കൊണ്ട് അച്ഛനെ എങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കണം. ചേച്ചി ഉണ്ടെങ്കിൽ അത് എളുപ്പമായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം, അച്ഛനെ അമ്മയെ ഒരുമിപ്പിക്കുക. അവരെ ഒരുമിപ്പിച്ചതിന് ശേഷം അച്ഛൻ തന്നെ അമ്മയോട് പറയണം അല്ല ചേച്ചിയുടെ കാര്യം. ആ രീതിക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ എല്ലാം സേഫാ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ 3 പേരും ഭയങ്കര ഗൂഢാലോചനയിലാണ്. അച്ഛനും അമ്മേനെ എങ്ങനെ ഒരുമിപ്പിക്കാം, എങ്ങനെ അവരെ ഒന്ന് പണ്ടത്തെ പോലെ കൂട്ടുമുട്ടിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും സത്യം അറിയിക്കാമല്ലോ. അങ്ങനെ അല്ല ചേച്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, 4 മക്കൾക്കും അമ്മയച്ഛനും സന്തോഷത്തോടെ ജീവിക്കാം എന്നൊക്കെ ഒരു മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ടേ. അതുകൊണ്ട് തന്നെ ഇവളോട് സത്യം ചെയ്തതെന്നല്ലോ അമ്മയോട് അച്ഛനൊന്നും പറയാൻ പാടില്ലെന്ന്. 2 പേരും അവളുടെ മുറിയിൽ ഇറങ്ങി അവരുടെ മുറിയിലേക്ക് പോവാണ്. ഈ മുറിയിൽ ഇറങ്ങി പോകുന്നതെല്ലാം വൈദ്യ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്രയും നേരം കഥവടച്ച് 3 കൂടി എന്തോ ഒരു പ്ലാനിങ്ങില്ല. മിക്കവാറും അവളെ ഒന്നെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ എന്നെ പുറത്താക്കാൻ ഇതായിരിക്കും ഇവരുടെ പ്ലാൻ. സ്വന്തം മക്കളാണെന്ന് പറഞ്ഞിരുന്ന കാര്യം ഒരിട്ട് നന്ദി പോലും ഇല്ലാതെ വർഗമായി പോയി എന്നും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറി കഥ അടയ്ക്കുന്നുണ്ടേ. ഇതുപോലത്തെ സ്റ്റോറീസ് നമ്മുടെ ചാനലിലൂടെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.